ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർവൽ, DC, ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് എല്ലാം കാര്യങ്ങളൊക്കെയാണ്. അപ്പം നേരെ വീഡിയോ തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ 4 മൂവിയിൽ വന്ന് ഇപ്പം ഡാഡ് ഡെവിൾ വരാൻ പോവുകയാണെന്ന് റൂമറൊക്കെ വന്നിട്ടുണ്ട്. ആൾറെഡി ഇത് റൂമറായിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഡാഡ് ഡെവിൾ ഈ ഒരു പടത്തിൽ മോസ്റ്റ്ലി വരുമെന്നാണ് പറയുന്നത്. കൂടാതെ വേറൊരു റൂമറിൽ നമ്മുടെ ആൻറ്റ്മാനും ഈ ഒരു പടത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആൻറ്റ്മാൻ പറഞ്ഞത് എങ്ങനെയാണെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. സോ ഡാഡ് ഡെവിൾ പറഞ്ഞതിൽ ഒരു ലോജിക് ഉണ്ടെന്ന് പറയാം, കാരണം ഇവർ രണ്ടുപേരും സ്റ്റേറ്റ് ലെവൽ ഹീറോസാണ്. സോ അതുകൊണ്ട് തന്നെ ഡാഡ് ഡെവിൾ വരുമെന്ന് നമുക്ക് പറയാം. ബട്ട് ആൻറ്റ്മാൻ എങ്ങനെ വരുമെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് ആൻഡ് ലീക്സ് ഒക്കെ വരുന്നുണ്ട്. സോ അതായത് ലീക്സാണ് ഒരുപാടായിട്ട് പറഞ്ഞത്. പടത്തിൽ വരാൻ പോകുന്ന ക്യാമിയോസ് അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലീക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാൻ റൊണാൾഡ്സ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ലീക്സ് ഒന്ന് നോക്കല്, പടത്തിന് സ്പോയിലർ ചെയ്യല്, പടം റിലീസ് ആകുമ്പോൾ നിങ്ങൾ കാണുക, അല്ലാതെ വെറുതെ കണ്ട പടത്തിൻ്റെ സ്പോയിലേഴ്സൊക്കെ കണ്ട് വെറുതെ ഇൻട്രസ്റ്റ് കളയില്ലെന്ന് നമ്മുടെ റാൻ റൊണാൾഡ്സ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല റാൻ റൊണാൾഡ്സ് ആണെങ്കിൽ ഇപ്പം ഫണ്ണായിട്ട് കുറച്ച് എഡിറ്റൊക്കെ ചെയ്ത് ചില ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഡെഡ്പൂൾ ആണെങ്കിൽ പ്രെഡേറ്ററിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടും നമ്മുടെ ആൻറ്റ്മാൻ വന്ന് നിൽക്കുന്നതായിട്ടും കൂടാതെ മിക്കി മൗസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ റാൻ റൊണാൾഡ്സ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഫണ്ണാക്കി വിട്ടിട്ടുണ്ട്. അപ്പം ലീക്സ് ഒന്നും ആരും നോക്കില്ല, അതാണ് എൻ്റെ അഭിപ്രായം. പടത്തിൻ്റെ ഇൻട്രസ്റ്റ് മേ ബി കുറയാൻ ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ലീക്സിൽ നിന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് പടത്തിൽ പോയി കാണാനൊന്നും ഉണ്ടാവുമല്ലോ. ഓക്കെ, പക്ഷേ ഈ ലീക്സ് കാരണം ചില പടത്തിൻ്റെ ഹൈപ്പ് കൂടിയിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോം ഒക്കെ പറയാം, അല്ല ആൻഡ്രൂ ഗാർഫീൽഡ് ടോബിയൊക്കെ വരും എന്നൊക്കെ ഭയങ്കര ലീക്കുണ്ട്. അതിന് 4K വരെ വീഡിയോ ലീക്കായി. ബട്ട് ആ പടത്തിൻ്റെ ഹൈപ്പ് ഒന്നും കുറഞ്ഞില്ല, നന്നായിട്ട് കൂടി. ബട്ട് രണ്ട് രീതിയിൽ എടുക്കാം, ഒന്നെങ്കിൽ ഹൈപ്പ് കൂടും അല്ലെങ്കിൽ കുറേ എന്ത് വേണേൽ സംഭവിക്കാം. എന്തായാലും ഞാൻ വന്ന് ഡെഡ്പൂൾ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സോ നിങ്ങളും ലീക്സ് ഒന്നും നോക്കാതിരിക്കുക. നമ്മുടെ ചാനലിൽ ഇനി ലീക്സുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഒന്നും വരില്ല, പക്ഷേ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ വന്നാൽ നമ്മൾ വീഡിയോ ചെയ്യും. ഓക്കെ, പിന്നെ ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഗേൾ ഫ്രണ്ട് വെനീസ ഈ ഒരു പടത്തിൽ വരുമെന്നുള്ള കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ്. അതായത് ആ ഒരു ആക്ട്രസ് തന്നെയാണ് ഈ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞത്. ആ ഒരു ക്യാരക്ടർ എന്തായാലും ഡെഡ്പൂൾ 3യിൽ ഉണ്ടാവുമെന്ന് കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട്. It did work out. I finished my shooting days on it already. I think the film is now underway again after the strike. And I think it's going to be quite good. I think fans are in for a fun surprise. പിന്നെ നമ്മുടെ ഡെഡ്പൂൾ 3യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആർട്ട് വന്നിട്ടുണ്ട്, അതായത് ഒരു പ്രോമോ ആർട്ട് വന്നിട്ടുണ്ട്. സോ അതിൽ വന്ന് നമ്മുടെ ഡെഡ്പൂളും വൂൾവറിനും ഉണ്ട്. അവരെ മുകളിലായിട്ട് ഒരാൾ പറന്ന് പോകണം നമുക്ക് കാണാൻ പറ്റും, വിങ്സ് ഒക്കെ വെച്ച്. ഇതാരുടെ ഫാൽക്കൺ ആണെന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ല, എക്സ്മെനിൽ വന്ന് ഒരു ക്യാരക്ടർ ഉണ്ട്, ആർച്ച് ചേഞ്ചിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ. മോസ്റ്റ്ലി ആ ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പം ഈ ഒരു ക്യാരക്ടറും ഡെഡ്പൂൾ 3 വരാൻ പോകുന്നു. ഇനി ഏതൊക്കെ എക്സ്മെൻ ക്യാരക്ടേഴ്സാണ് വരാൻ പോകുന്നതെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ എക്കോ സീരീസ് പറഞ്ഞുണ്ട്. സോ ടോട്ടലി 6 എപ്പിസോഡ്സ് ഉണ്ട്, ഒരുമിച്ചാണ് എല്ലാം കൂടെ വരാൻ പോകുന്നത്. ജനുവരി മാസം തന്നെ വരും. അപ്പോൾ ഒരു എക്കോ സീരീസ് കണ്ട ടെസ്റ്റ് സ്ക്രീൻ കണ്ട ഓഡിയൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീരീസ് സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് മാർവൽ സീരീസ് എന്നൊക്കെയാണ് കണ്ടവരൊക്കെ പറയുന്നത്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല, പക്ഷേ ട്രെയിലർ കൊള്ളായിരുന്നു. സോ ആൾമോസ്റ്റ് R-rated പോലെ ഉണ്ടായിരുന്നു, ഡാർക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ മേ ബി ഈ ഒരു സീരീസ് നന്നായിരിക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്കോ സീരീസ് എന്ന് സ്പോട്ട് ലൈറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അതായത് ഇതേപോലെ ആൾമോസ്റ്റ് R-rated ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സ്പോട്ട് ലൈറ്റ് എന്നൊരു ബാൻഡിൻ്റെ കീഴിലാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ വന്ന് വേറെ ഒന്നും ചെയ്യാൻ പോയാണ്, ഫിയറിനെ വെച്ചൊരു ബാൻ ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്, ഹൊററുമായി ബന്ധപ്പെട്ട കാറ്റഗറി മാർവലിൻ്റെ. അപ്പോൾ അതിൽ വന്ന് ഫസ്റ്റ് തന്നെ ഫിയർ എന്ന് പറഞ്ഞൊരു കോമിക് അഡാപ്റ്റേഷനിൽ ഒരു സാധനം വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല മാർവലിൻ്റെ ഈ ഒരു ഹൊററുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സിനൊക്കെ ഈ ഒരു ഇതിലാണ് കൊണ്ടുവരാൻ, ഈ ഒരു ബാനറിലാണ് കൊണ്ടുവരാൻ പോകുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ആൾറെഡി വെയർവുൾഫ് ബൈ നൈറ്റ് എടുക്കാം, അതൊരു ഹൊററാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സിനൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ പോകണം. മേ ബി നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ പ്രോജക്ട്സൊക്കെ ഈ ഒരു ഫിയർ എന്ന കാറ്റഗറിയിലായിരിക്കും മേ ബി വരാൻ പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വന്ന് നമ്മുടെ ബ്ലേഡുമായി ബന്ധപ്പെട്ട് ആക്ച്വലി ഒരു ഗെയിം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡീറ്റെയിൽ ഒന്നും കാണിച്ചില്ല, ബട്ട് ഒരു ചെറിയ സീനായിരുന്നു. ബട്ട് സംഭവം സൂപ്പറായിട്ടുണ്ട്. എനിക്ക് വന്ന് ഈ ബ്ലേഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇഷ്ടമാണ്. സോ അപ്പം എന്തായാലും ഗെയിം വരും. സോ ആരൊക്കെ വെയിറ്റിംഗ് കമൻറ്റ് പറഞ്ഞേക്കാം. ഇപ്പോൾ മാർവൽ സൈഡിലുള്ള അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കാൻ ഇനി നമ്മൾ നേരെ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ ലെഗസിയുമായി ബന്ധപ്പെട്ട് ഇപ്പം കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ ബ്രദർ ഇല്ലേ, സോ ജെയിംസ് ഗണ്ണിൻ്റെ ബ്രദറിനെ തന്നെ ഇപ്പം പല റോളിൽ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മാക്സ്വെൽ ലോഡ് എന്നുള്ള ക്യാരക്ടറായിട്ട് വരാൻ പോയത്. അതായത് ആൾറെഡി നിങ്ങൾ വണ്ടർ വുമൻ 3 കണ്ടിട്ടുണ്ടാവും വില്ലനായിട്ട്. സോ വണ്ടർ വുമൻ 2 അപ്പോൾ ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ ബ്രദറാണ് അഭിനയിക്കാൻ പോകുന്നത് DCU. അതുമാത്രമല്ല ആൾറെഡി ഈ ഒരു ജെയിംസ് ഗണ്ണിൻ്റെ ബ്രദർ പല റോളിലുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ DCU
മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു, വിഷ്വലായിട്ടും കൂടാതെ ഇപ്പം വരെ കാച്വൽ കമാൻഡേഴ്സിൽ GA റോബോട്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പം ആൾറെഡി DC പല റോളിൽ ഈ ഒരു ക്യാരക്ടറുണ്ട്, ഇങ്ങനെയുണ്ട്. ഇപ്പം കൂടാതെ ഇപ്പം മാക്സ്വൽ ലോർഡായിട്ട് വരാൻ പോവുകയാണ്. ഇതെന്തോ എനിക്കെന്തോ ഒരു നെപ്പോട്ടിസമായിട്ടാണ് തോന്നുന്നത്, സ്വന്തം ബ്രദറിനെ തന്നെ എല്ലാ റോളിലും കാസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. ഇത് മാത്രമല്ല, നമ്മുടെ സൂപ്പർമാൻ ലെഗസി മൂവിൽ വന്ന് സൂപ്പർ ഗേളും വരാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് സൂപ്പർ ഗേളിനെ റീകാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഫ്ലാഷ് പടത്തിൽ കണ്ട നമ്മുടെ സാസാ കേളിൻ്റെ സൂപ്പർ ഗേൾ അല്ല, വേറൊരു സൂപ്പർ ഗേളായിരിക്കും വരാൻ പോകുന്ന, ഒരു റീകാസ്റ്റ് തന്നെയായിരിക്കും. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. സൂപ്പർമാൻ്റെ മൂവിയാണിത്, സൂപ്പർമാൻ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് പറഞ്ഞത്. ഓക്കെ, അതായത് അപ്പം ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴേ സൂപ്പർ ഗേളിനെ കൊണ്ടുവരണേ എനിക്കെന്തോ ശരിയായതുപോലെ തോന്നിയില്ല. സൂപ്പർ ഗേളിനെ പിന്നീട് കൊണ്ടുവന്നാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ഒന്ന് നമ്മുടെ പെൻഗ്വിനുമായി ബന്ധപ്പെട്ട് ഒരു സീരീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. സോ എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ദി ബാറ്റ്മാൻ ആ ഒരു യൂണിവേഴ്സിലടങ്ങുന്ന സീരീസാണിത്. സോ ആരൊക്കെ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പം DC സൈഡിലുള്ള അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കാൻ ഇനി നമ്മൾ നേരെ ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇറ്റ് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു സീരീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, വെൽക്കം ടു ഡെറി. സോ അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ പോലെ വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വന്ന് നമ്മുടെ ഇറ്റിൻ്റെ ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്നതാണ്. അതായത് നമ്മുടെ പെനിവെൽസിൻ്റെ ഒരു ഓറിജിനാണ് ഇതിൽ പറയാൻ പോകുന്നത്. സോ ആ ഒരു ക്രീച്ചർ എങ്ങനെയാണ് നമ്മുടെ എർത്തിൽ വന്നത്, എന്തിനാണ് ഇത് കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നത്, എന്തിനാണ് ഇതൊരു ക്ലൗണിൻ്റെ രൂപം എടുത്തിരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു സീരീസിൽ അവർ പറയാനായിരിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് സീരീസാണ്. എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. സോ നിങ്ങൾ ആരൊക്കെ വെയിറ്റിങ്ങിന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ഒന്ന് നമ്മുടെ കുംഫു പാൻഡ 4ൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ വന്ന് സൂപ്പർ ഫണ്ണായിട്ടുണ്ട്. എനിക്ക് വന്ന് ഈ ഒരു കുംഫു പാൻഡ ഒരു മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിലൊരു പുതിയ വില്ലനാണ് വരാൻ പോകുന്നത്, ഒരു സോസറാണ്, ഈ ഒരു സേഫ് ഷിഫ്റ്റിംഗ് പവറൊക്കെ ഉള്ള സോസറാണ്. അപ്പോൾ ഇതിൽ വന്നൊരു പുതിയൊരു ഡ്രാഗൺ വാരിയറിനെ ചൂസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. സോ പോയി വീണ്ടും കാണാൻ വേണ്ടി കെട്ട വെയിറ്റിംഗ് ആണ്. സോ നിങ്ങൾ ആരൊക്കെ കുംഫു പാൻഡ 4ന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വന്ന് നമ്മുടെ ഓപ്പൺഹൈമർ മൂവി അടുത്ത വർഷം നമ്മുടെ ജപ്പാനിൽ റിലീസാക്കാൻ പോവുകയാണ്. അപ്പം ഈ ഒരു മൂവി ഉടനെ 1 ബില്യൺ അടിക്കുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് ഈ പടം ഓക്കെ ആയിരുന്നു, പക്ഷേ ജപ്പാനിലുള്ള പീപ്പിൾസ് എങ്ങനെ ഇത് അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരാണ് ഇതേ കാരണമൊക്കെ അനുഭവിച്ചത്, നമുക്കറിയാമല്ലോ. അപ്പം എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഇതൊക്കെയാണ് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് മറക്കാതെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചില ആദ്യം മറ്റേ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.